വിലങ്ങുകളിൽ വേദനിച്ച് കുടിയേറ്റക്കാര്, മൗനം കുടിച്ച് കേന്ദ്രം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. കുടിയേറിയെന്നതുകൊണ്ട് തങ്ങളുടെ പൗരന്മാര് അപമാനിതരാകരുത് എന്ന് ചിന്തിക്കാനും തുറന്നു പറയാനും ചില രാജ്യങ്ങൾ തന്റേടം കാണിച്ചപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ മൗനത്തിലാണ്. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി അപ്രതീക്ഷിതമല്ല. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തില് തന്നെ ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയതാണ്. താന് അധികാരത്തിലേറിയാല് അനധികൃത കുടിയേറ്റക്കാരെ ഒറ്റയടിക്ക് പുറന്തള്ളുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അടുത്തിടെ റിപ്പബ്ലിക്കൻ എംപിമാരുടെ യോഗത്തില് സംസാരിക്കവേ രേഖകളില്ലാത്ത വിദേശികളെ സൈനിക വിമാനങ്ങളിൽ കയറ്റി തിരിച്ചേക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ട്രംപ്. നിയമാനുസൃതമല്ലാതെ കുടിയേറിയവരെ നാടുകടത്തുന്നത് അധിക്ഷേപാർഹമായ നടപടിയല്ല. ബൈഡന് ഭരണകാലത്തും നിരവധി ഇന്ത്യക്കാരെ നാടുകടത്തിയിട്ടുണ്ട് അമേരിക്ക. കഴിഞ്ഞ വർഷം 1529 ഇന്ത്യക്കാരെ തിരിച്ചേക്കുകയുണ്ടായി യുഎസ്. എങ്കിലും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന വിഷയത്തിലും വേണം മാനുഷികമായ സമീപനം. മനുഷ്യത്വരഹിതമാണ് ഇക്കാര്യത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈനിക വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സറില് വന്നിറങ്ങിയ യാത്രക്കാര് വെളിപ്പെടുത്തിയത്. കൊടും ക്രിമിനലുകളെന്ന മട്ടില് കൈകാലുകള് ബന്ധിക്കപ്പെട്ട നിലയിലാണ് അമേരിക്കൻ മിലിറ്ററിയുടെ C-17 ചരക്ക് വിമാനത്തില് ഇന്ത്യക്കാരെ കയറ്റിവിട്ടത്. അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ശേഷമാണ് വിലങ്ങുകൾ അഴിച്ചുമാറ്റിയതെന്ന് യാത്രികരിൽ ഒരാളായ ജയ്പാല് സിംഗ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തി. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ക്രൂരത ഇന്നലെ പാർലമെന്റിൽ കടുത്ത പ്രതിഷേധമുയർത്തി. വിഷയം സഭ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തെങ്കിലും സ്പീക്കർ ചർച്ചയ്ക്ക് അനുവാദം നൽകിയില്ല. തെക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളായ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരോടും ഇതേ നിലപാടാണ് ട്രംപ് ഭരണകൂടം അനുവർത്തിച്ചത്. കൈകളില് വിലങ്ങുകളും കാൽച്ചങ്ങലകളും അണിയിച്ച് കുടിവെള്ളം പോലും നൽകാതെയും പ്രാഥമിക ആവശ്യനിർവഹണത്തിന് വിലക്കേർപ്പെടുത്തിയുമായിരുന്നു ഇവരെ സൈനിക വിമാനങ്ങളിൽ തിരിച്ചയച്ചത്. കുടിവെള്ളവും ശുചിമുറി ഉപയോഗവും ആവശ്യപ്പെട്ട യാത്രക്കാരോട് ക്രൂരമായ പ്രതികരണമായിരുന്നുവത്രേ വിമാനത്തിലുള്ള അമേരിക്കൻ സൈനികരിൽ നിന്നുണ്ടായത്. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ ഇത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കി. അന്താരാഷ്ട്ര ധാരണകൾക്കും സാമാന്യ മാനുഷിക മര്യാദകൾക്കും നിരക്കാത്ത അതിക്രൂരമായ നടപടിയെന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ പ്രതികരിച്ചത്. എന്നാൽ ബ്രസീലിനെ പോലെ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് തിരിച്ചയച്ച നടപടിക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം ഇന്ത്യൻ ഭരണകൂടം കാണിച്ചില്ല. നരേന്ദ്രമോദി ഈ മാസം 12-ന് അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തിരക്കിട്ട നടപടിയെന്നത് ശ്രദ്ധേയമാണ്. മെക്സിക്കോയും കൊളംബിയയും ഉൾപ്പെടെയുള്ള മറ്റു ചില രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ അമേരിക്കൻ സൈനിക വിമാനങ്ങളിൽ കൊണ്ടുവരാൻ അനുവദിച്ചില്ല. അമേരിക്കൻ സൈനിക വിമാനങ്ങൾ തിരിച്ചയച്ച് തങ്ങളുടെ പാസഞ്ചർ വിമാനങ്ങളയച്ചാണ് ഈ രാജ്യങ്ങൾ പൗരന്മാരെ നാട്ടിലെത്തിച്ചത്. ഇതു സംബന്ധിച്ച് കൊളംബിയൻ പ്രസിഡന്റ് എക്സിൽ കുറിച്ചതിങ്ങനെ: കുടിയേറ്റക്കാർക്കുമുണ്ട് അന്തസ്. മാന്യമായിരിക്കണം അവരോടുള്ള പെരുമാറ്റം. അമേരിക്കൻ സൈനിക വിമാനം ഞാന് തിരിച്ചയച്ചത് അതുകൊണ്ടാണ്. എന്റെ ജനങ്ങളെ വേണ്ടാത്തൊരു രാജ്യത്ത് അവരെ തുടരാൻ അനുവദിക്കാനാകില്ല. അവരുടെ അഭിമാനം മാനിച്ച് മറ്റേതൊരു മനുഷ്യനും തരികെയെത്തുന്നതുപോലെയാണ് അനധികൃത കുടിയേറ്റക്കാരെയും ഞങ്ങൾ തിരികെയെത്തിക്കുക. കുടിയേറിയെന്നതുകൊണ്ട് തങ്ങളുടെ പൗരന്മാര് അപമാനിതരാകരുത് എന്ന് ചിന്തിക്കാനും തുറന്നു പറയാനും ഈ രാജ്യങ്ങൾ തന്റേടം കാണിച്ചപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ മൗനത്തിലാണ്. ട്രാവൽ ഏജന്റുമാരുടെ തട്ടിപ്പിനും വഞ്ചനക്കും ഇരയായവരാണ് അനധികൃത കുടിയേറ്റക്കാരിൽ നല്ലൊരു ഭാഗവും. നിയമപരമായി യുഎസിലെത്തിക്കാമെന്ന വാഗ്ദാനവുമായി രംഗത്തുവരുന്ന ട്രാവൽ ഏജൻസികളെ വിശ്വസിച്ചാണ് മിക്ക പേരും കുടിയേറ്റത്തിന് തുനിഞ്ഞത്. എന്നാൽ നിയമപരമല്ലാത്ത മാർഗേണയാണ് ഏജന്റുമാർ ഇവരെ അമേരിക്കയിലെത്തിച്ചത്. നാട്ടില് മെച്ചപ്പെട്ട ജോലിയില്ലാത്ത സാഹചര്യത്തിലാണ് മിക്കവരും മറ്റു രാജ്യങ്ങളിൽ തൊഴിലന്വേഷിച്ച് എത്തിപ്പെടുന്നത്. വഞ്ചിക്കപ്പെട്ട സമൂഹമെന്ന നിലയിൽ മനുഷ്യത്വപരമായ സമീപനമാണ് ഭരണകൂടങ്ങൾ ഇവരോട് പുലർത്തേണ്ടത്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തില് 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. 15 ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കന് ഭരണകൂടം തയ്യാറാക്കിയ പട്ടികയിലുള്ളത്. മെക്സിക്കോയും എൽസാൽവദോറുമാണ് ഇന്ത്യക്കാർക്ക് മുകളിലുള്ള രാജ്യങ്ങൾ. സമീപകാലത്തായി നിയമപരമായല്ലാതെ അമേരിക്കയിൽ കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തില് വൻ വർധനവാണ് അനുഭവപ്പെട്ടിരുന്നത്. 2023-ല് 96,917 ഇന്ത്യക്കാര് അനധികൃത കുടിയേറ്റം നടത്തിയതായി യുഎസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ചെലവേറിയതാണ് സൈനിക വിമാനങ്ങളുടെ ഉപയോഗം. അമേരിക്കയിൽ നിന്ന് ഒരു യാത്രക്കാരനെ സൈനിക വിമാനത്തില് ഗ്വാട്ടിമലയിൽ എത്തിക്കുന്നതിന് $4,675 അഥവാ 4,09,389 രൂപ ചെലവ് കണക്കാക്കുന്നു. അതേസമയം ഇത് അമേരിക്കന് പാസഞ്ചർ വിമാനത്തിലാണെങ്കിൽ $853, 74,697 ഇന്ത്യൻ രൂപ മാത്രം. എന്നിട്ടും അമേരിക്ക എന്തിന് പാസഞ്ചർ വിമാനങ്ങളെ ആശ്രയിക്കാതെ സൈനിക വിമാനങ്ങളെ ഉപയോഗപ്പെടുത്തി?
അനധികൃത കുടിയേറ്റക്കാരോട് ട്രംപ് ഭരണകൂടം സ്വീകരിക്കാനിരിക്കുന്ന കടുത്ത നടപടികളിലേക്കുള്ള ചൂണ്ടുപലകയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്.